Good afternoon, all of you. Today we are going to discuss nutritional requirements and the metabolic pathways required for the identification of bacteria. So, it is the most common approach for determining both the genus and the species of the organisms. In general, all the methods available are the combination of both nutritional requirement and metabolic pathways. So, to establish the enzymatic capabilities of the given bacterial isolate, we are performing the test for metabolic pathways and nutritional requirements. And using this, so it is also known as biochemical test. And these biochemical tests are used to identify the isolate's ability to grow or survive the presence of certain inhibitors. Example, salt, antibiotics, toxins, etc. Now coming to the biochemical test and identification. So the biochemical tests are the tests used for the identification of bacterial species. How? Based on the difference in the biochemical activities of the different bacteria. അപ്പോൾ ഓരോ ബാക്ടീരിയക്കും ബയോകെമിക്കൽ, അതായത് അവരുടെ മെറ്റബോളിക് റിക്വയർമെന്റ്സും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാം. സോ ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയ ടു ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സ് ബൈ മെറ്റബോളൈസിംഗ് certain carbohydrates and related compounds are widely used in this biochemical test. Now, these biochemical tests and identification were also carried out to characterize pure culture from the isolation through its morphological and physiological properties. Now, coming to the various biochemical tests. അപ്പോൾ ഈ ബയോകെമിക്കൽ ടെസ്റ്റ് കുറേ നമ്മൾ പറഞ്ഞു. Based on the carbohydrate utilization, amino acid utilization, other metabolic pathway, അതായത് ബാക്ടീരിയക്ക് ബ്ലഡിൽ ഐസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ഓക്സിജന്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യാൻ പറ്റുമോ, കാർബൺ ഡൈ ഓക്സൈഡ് വേണോ എന്നുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ട് we can divide the bacteria based on the various biochemical tests. So, these are the list of biochemical tests which are performed for a gram-negative bacilli or cocci. അപ്പോൾ നമുക്ക് ഗ്രാം സ്റ്റെയിനിങ്ങും ഐസൊലേഷനും ഒക്കെ ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രാം നെഗറ്റീവ് ബാസില്ലയോ അഥവാ കോക്കയോ ആണെങ്കിൽ ദിസ് ആർ ദ വേരിയസ് ബയോകെമിക്കൽ ടെസ്റ്റ് വി ഷുഡ് പെർഫോം ഓൺ ദ ഗ്രാം നെഗറ്റീവ് ബാസില്ലി ഓർ കോക്ക. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാം നെഗറ്റീവ് ബാസില്ലി ആണോ കോക്കയാണോ എന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാസില്ലി ആണ് കിട്ടിയതെങ്കിൽ, അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ദിസ് ആർ ദ ലിസ്റ്റ് ഓഫ് ബയോകെമിക്കൽ ടെസ്റ്റ് വി ഷുഡ് പെർഫോം ടു ഐഡന്റിഫൈ വിച്ച് ജീനസ് ആൻഡ് സ്പീഷീസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാസില്ലി ആർ പ്രസന്റ്. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാസില്ലിക്ക് വേണ്ട ടെസ്റ്റുകളാണ് മെക്കോങ്കി അഗാർ, ഓക്സിഡേസ് ടെസ്റ്റ്, ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ, ലാക്ടോസ് ഫെർമെന്റേഷൻ, സുക്രോസ് ഫെർമെന്റേഷൻ. ഇതെല്ലാം ഷുഗർ ഫെർമെന്റേഷനിൽ വരണം കേട്ടോ. ഗ്ലൂക്കോസ് ഫെർമെന്റേഷൻ, ലാക്ടോസ് ഫെർമെന്റേഷൻ, സുക്രോസ് ഫെർമെന്റേഷൻ. പിന്നെ അടുത്തത് ഇൻഡോൾ ടെസ്റ്റ്, MR methyl red test, Voges Proskauer test. ഈ രണ്ട് ടെസ്റ്റും they are together called MRVP test. Then citrate utilization test. അപ്പോൾ these three, Indole, MRVP, citrate, these three are commonly called IMViC test. അപ്പോൾ അതിനെ ഷോർട്ട് ആക്കി പറയുന്നതാണ് IMViC ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് നൈട്രേറ്റ് ബ്രോത്ത്, മോട്ടിലിറ്റി ടെസ്റ്റ് യൂസിങ് മോട്ടിലിറ്റി അഗാർ, യൂറിയസ് ടെസ്റ്റ്, TSI അഗാർ ടെസ്റ്റ്, ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് ഒരു ഗ്രാം നെഗറ്റീവ് ബാസില്ലി ആണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ചെയ്യണം. നൗ ഇഫ് വി ഒബ്റ്റെയിൻ, ഇപ്പൊ നമുക്ക് ഒരു ഗ്രാം സ്മിയറിൽ ഗ്രാം പോസിറ്റീവ് കോക്കയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ വി ഷുഡ് ചെക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലഡ് അഗാർ പ്ലേറ്റ്സ്. ബ്ലഡ് അഗാർ പ്ലേറ്റ്സ് ചെക്ക് ചെയ്യണം ലൈസിസ് നോക്കിയിട്ട്. ലൈസിസിന്റെ ബേസിൽ നമുക്ക് ഗ്രാം പോസിറ്റീവ് കോക്കേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ലൈസിസ് കാണുന്നതാണെങ്കിൽ 3 ടൈപ്പ് ലൈസിസ് ഉണ്ടല്ലോ, ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ ആൽഫ ലൈസിസ് ആണ് പ്ലേറ്റിൽ കാണുന്നതെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ തീരുമാനത്തിലെത്താം.
ഒന്നുകിൽ സ്ട്രെപ്റ്റീമോ ആവാം, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്പീഷീസ്. ആൽഫ. ബീറ്റ ആണെങ്കിൽ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്ക്, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യാം. ഗാമാലൈസിസ് ആണെങ്കിൽ വേറെ എൻട്രോകോക്കസ് അങ്ങനെ ഉള്ള ഓർഗാനിസംസ് ആണ് ഗാമാലൈസിസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫർദർ ടെസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബ്ലഡ് അഗാർ പ്ലേറ്റ്സ്. ദെൻ വി ഷുഡ് ചെക്ക് കാറ്റലൈസ് ടെസ്റ്റ്. കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കാറ്റലൈസ് പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണെന്നുള്ളത് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. എന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യാം. അപ്പോൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിലോ, അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ്. കാറ്റലൈസ് നെഗറ്റീവ് സ്പീഷീസ് ആണല്ലോ, അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ആണെന്നുള്ള നിഗമനത്തിലെത്തി ബാക്കി നമുക്ക് സ്ട്രെപ്റ്റോകോക്കസിൽ ഏത് സ്പീഷീസാണ് വരുന്നതെന്നുള്ളതിന്റെ ഐഡന്റിഫിക്കേഷന് മൂവ് ചെയ്യാം. Then another test is coagulase test. Coagulase test മെയിൻ ആയിട്ട് സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. Then mannitol motility test, അതും സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ ഐഡന്റിഫിക്കേഷൻ. Then optoking sensitivity test and bacitracin, ഈ രണ്ട് ടെസ്റ്റും സ്പെസിഫിക് ഫോർ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. Then CAM test. CAM test എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോകോക്കൈ ആണെങ്കിൽ, അതായത് സ്റ്റഫൈലോകോക്കൈക്ക് അല്ല CAM ടെസ്റ്റ് ചെയ്യുക, സ്ട്രെപ്പ് സ്പീഷീസ് ആണ് നമുക്ക് കിട്ടിയെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയാൽ CAM ടെസ്റ്റ് ചെയ്യാം. കാരണം ഏത് സ്ട്രെപ്പ് സ്പീഷീസ് ആണെന്ന് അറിയില്ല, കാരണം ഒരുപാടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നുണ്ട് ഒരുപാട് കാറ്റഗറി തന്നെ വരുന്നുണ്ട് സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് CAM ടെസ്റ്റ് ചെയ്യുന്നത്. So these are the various biochemical tests to identify gram-negative bacteria. Gram-positive bacteria. ഇനി നമുക്ക് ഓരോ ബയോകെമിക്കൽ ടെസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് IMViC ടെസ്റ്റ് നോക്കാം. IMViC ടെസ്റ്റിൽ ഫസ്റ്റ് I stands for Indole, M stands for Methyl red, V stands for Voges Proskauer, and C stands for citrate utilization test. These tests are together called IMViC test. I എന്ന് പറഞ്ഞത് ഒരു ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു I ആണ്. ഇത് സ്പെസിഫിക് ടെസ്റ്റ് ഒന്നും വരുന്നില്ല I. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് Indole. അപ്പോൾ IMViC ടെസ്റ്റ് ഏത് ബാക്ടീരിയക്കാണ് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ചെയ്യുക? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ. സോ വാട്ട് ഇസ് മീൻ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് Indole test? It is done to determine the ability of the organism to convert tryptophan into indole. അതായത് ബാക്ടീരിയ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാനെ ഇൻഡോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാനാണ് we are performing Indole test. And this conversion, that is conversion from tryptophan to indole, this conversion is performed by a chain of number of different intracellular enzymes. So there are certain intracellular enzymes which are required to convert tryptophan to indole, and these enzymes are generally referred as tryptophanase. Now the indole, it is generated by the, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രിപ്റ്റോഫാനിന് ഇൻഡോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺവേർഷൻ നടക്കുന്നത്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ റിഡക്റ്റീവ് ഡീഅമിനേഷൻ. വാട്ട്? റിഡക്റ്റീവ് ഡീഅമൈനേഷൻ ഫ്രം ദ ട്രിപ്റ്റോഫാൻ ത്രൂ ഇന്റർമീഡിയറ്റ് മോളിക്യൂൾ ഇൻഡോൾ പൈറുവിക് ആസിഡ്. അപ്പോൾ ഈ ട്രിപ്റ്റോഫാനേസ് എൻസൈം ആണ് ഈ ഡീഅമിനേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് വിച്ച് ഡീഅമൈനേഷൻ എന്ന് പറയുമ്പോൾ അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. In this test, amino group of the tryptophan molecule is removed, and the final product, it is indole, pyruvic acid, ammonia, and also energy. ഇതാണ് ഇതിന്റെ principle. Now, the property test is, this test is performed to differentiate the members of the family Enterobacteriaceae. കാരണം the family Enterobacteriaceae consist of different types of bacteria. Most of them are affecting human being. Most of them are pathogens. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇൻഡോൾ വെച്ചിട്ട് നമുക്ക് ഏത് എൻറ്ററോബാക്ടീരിയ ഗ്രൂപ്പിലുള്ള ഏത് ബാക്ടീരിയയാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്തെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയ എഫക്റ്റിംഗ് ഹ്യൂമൻ ബീങ്സ്. ഈ എൻറ്ററോബാക്ടീരിയത്തെ ബാക്ടീരിയകളാണ് ഒരുവിധം
കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ടെസ്റ്റ് തന്നെ രൂപപ്പെടുത്തിയത്, to identify the members of different species, because some of the members of this family are indole positive, some of them are indole negative. അപ്പോൾ ഈ ഗ്രൂപ്പ്, ഈ ഫാമിലി എൻട്രോബാക്ടീരിയ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട് കേട്ടോ. Next is, what are the media and reagents which are used for the indole test? Tryptophan or peptone broth, then covax reagent. Covax reagent main ആയിട്ട് ഇത് രണ്ടുമാണ്. The covax reagent contain isoamyl alcohol, para-dimethyl aminobenzaldehyde and concentrated hydrochloric acid, and it appears yellow in color. Next is the procedure. Pure culture bacteria. അപ്പോൾ നമുക്ക് ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്ത് we have got pure culture. ഈ pure culture യൂസ് ചെയ്തിട്ട് വേണം we should inoculate onto a sterile tryptophan or peptone broth for 24 to 48 hours before performing the test. Following incubation കഴിഞ്ഞ് we are taking the test tubes and then we are adding 5 drops of covax reagent to the inner wall of the culture broth. What will be the results? The results of the indole test, they are indicated by change in color following if after the addition of this covax reagent onto the culture broth, a color change is indicated. Positive result ആണെങ്കിൽ it shows a presence of a red or red-violet color in the surface alcohol layer of the broth. Negative test ആണെങ്കിൽ it appears yellow. Sometimes variable results are also been obtained, showing an orange color. അപ്പോൾ ഈ ഓറഞ്ച് കളർ കാണിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ട് തന്നെ കൂട്ടണം. This is due to the presence of scatol, also known as methyl indole or methylated indole. It is also another possible product of tryptophan degradation. So this is the indole positive bacteria common, Escherichia coli. It is coming under the family Enterobacteriaceae, showing indole positive. This is another member of the family Enterobacteriaceae, Klebsiella pneumonia, showing indole negative. Look this picture. Indole positive appear red color is appeared after the addition of the reagent. Yellow color, that is indole negative. Next important test is methyl red test and Voges Proskauer test. രണ്ടും രണ്ട് ടെസ്റ്റ് ആണ്, പക്ഷെ അതിൽ യൂസ് ചെയ്യുന്ന റിയേജൻസ് ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. MRVP എന്നാണ് പറയാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. സോ both this test, MRVP test എന്നാണ് രണ്ടും കൂടി together we are calling MRVP test. Both these tests are used to differentiate species of the bacteria family Enterobacteriaceae. ഈ ടെസ്റ്റും എന്തിനു വേണ്ടിയിട്ടാണ്? To differentiate the members of the family Enterobacteriaceae. Now, what are the different media and reagents used in the MRVP test? First of all, MRVP broth. MRVP broth എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് ബ്രോത്തിൽ പെപ്റ്റോൺ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കൾച്ചർ മീഡിയ പഠിച്ചപ്പോൾ അതിൽ MRVP broth ഡിസ്കസ് ചെയ്തെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. MRVP broth at pH 6.9. Then next is methyl red solution, that is 0.02% we should prepare. So this is MR reagent. Methyl red solution ആണ് MR reagent. Next is VP reagent. അതാണ് Voges Proskauer reagent or VP reagent. ഈ VP reagent രണ്ട് ടൈപ്പ് ഉണ്ട്. VP reagent A and VP reagent B. VP reagent A ൽ വരുന്നതാണ് Barix reagent A, alpha naphthol 5% and absolute alcohol. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് VP reagent. Now next is VP reagent B, that contain potassium hydroxide and in the deionized water. So these two are the VP reagents. Now coming to the principle of methyl red test. There are some bacteria, they have the ability to utilize glucose and convert those glucose to stable acid like lactic acid, acetic acid or formic acid as end products. And this bacteria initially, first of ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ
ഗ്ലൈക്കോളിസിസ് പഠിച്ചതല്ലേ, മെറ്റബോളിക് റിയാക്ഷൻ ആണിത് മെയിനായിട്ട് വരുന്നത്.